മനുഷ്യജീവിതത്തിൻ്റെ മുന്നോട്ടു പോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് കണക്കാക്കാത്തതുമായ കണ്ടുപിടുത്തമാണ് ടോയ്ലറ്റ്. നമ്മുടെ ഭാഷയിൽ ശൗചാലയം, കക്കൂസ് എന്നൊക്കെ പറയാം. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ പരിണമിച്ചു വന്ന മനുഷ്യൻ്റെ ചരിത്രത്തിലെല്ലാം സ്വന്തം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മനുഷ്യൻ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. സ്വന്തം മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യാൻ കഴിയാതിരുന്നതുമൂലം കൂട്ടമായി ജീവിക്കുന്ന മനുഷ്യന് പല രോഗങ്ങളും ഭീഷണിയാകുമായിരുന്നു. അത്തരം വെല്ലുവിളികളിൽ നിന്നാണ് ടോയ്ലറ്റ് എന്ന ആശയം മുന്നോട്ട് വരുന്നത്. ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടും മ്യൂസിക് ആസ്വദിച്ചുകൊണ്ടും ടോയ്ലറ്റിൽ കാര്യങ്ങൾ സാധിക്കാൻ കഴിയുന്ന ഇന്നത്തെ കാലത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ടോയ്ലറ്റ് എന്ന സൗകര്യം വേണം എന്ന് ചിന്തിച്ചു തുടങ്ങി ഇന്നത്തെ സൗകര്യമുള്ള ടോയ്ലറ്റിലേക്ക് എത്താൻ ഏകദേശം 4500 വർഷങ്ങൾ വേണ്ടി വന്നു. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായി തോന്നുന്ന എന്നാൽ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തത്തിലൂടെയാണ് മനുഷ്യൻ്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ആ സിമ്പിൾ കണ്ടുപിടുത്തം നടത്താനാണ് നമ്മൾ 4500 കൂടുതൽ വർഷം എടുത്തത്. അപ്പോൾ ടോയ്ലറ്റ് ഒരു നിസ്സാരക്കാരനല്ല. ആ കണ്ടുപിടുത്തം എന്താണെന്നും ടോയ്ലറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. മനുഷ്യൻ ആദ്യമായി ടോയ്ലറ്റ് ഉപയോഗിച്ചതിൻ്റെ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിലാണ്. അതായത് ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും ചേരുന്ന സ്ഥലത്താണ് ആദ്യമായി ടോയ്ലറ്റ് ഉപയോഗിച്ചു തുടങ്ങിയത്. ഇത് 3000 BCയിലാണ്. ഇത്തരത്തിൽ കല്ലുകൾ കൂട്ടിവെച്ച് കുഴികൾ ഉണ്ടാക്കിയായിരുന്നു അന്നത്തെ ടോയ്ലറ്റ്. ഇതിൽ മാലിന്യങ്ങൾ നിറയുമ്പോൾ മാനുവലി നീക്കം ചെയ്താണ് ഇത് വീണ്ടും ഉപയോഗിച്ചിരുന്നത്. മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ദൂരെ മാറി മനുഷ്യ മാലിന്യം കളയണം എന്ന മനുഷ്യൻ്റെ ശുചിത്വ ചിന്ത അന്നു മുതലേ ആരംഭിച്ചു എന്നതിൻ്റെ തെളിവുകളാണ് സിന്ധു നദീതട സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന ഇത്തരം ടോയ്ലറ്റുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ആൻഷ്യൻ്റ് റോമൻസ് ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയ രീതിയിൽ പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ നീളത്തിലുള്ള ബെഞ്ചുകളിൽ തുളകൾ ഇട്ടുകൊണ്ട് ഒരേ സമയം ഒരുപാട് പേർക്ക് ഉപയോഗിക്കാൻ പാകത്തിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. ഉപയോഗിച്ചതിന് ശേഷം വെള്ളമൊഴുക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള സിസ്റ്റം ഇതിനുണ്ടായിരുന്നു. ഫ്ലഷ് കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവരുന്നത് ഇവിടെയാണ്. കാര്യം സാധിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാൻ ഒരു വടിയിൽ സ്പോഞ്ച് കെട്ടിവെച്ച ടൂളും അന്ന് ഉപയോഗിച്ചിരുന്നു. ഇതിന് ടെർസോറിയം എന്ന് പറയുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ചില കോട്ടകളിൽ ഇത്തരത്തിൽ പണിത ടോയ്ലറ്റുകളും ഉപയോഗിച്ചിരുന്നു. ഇത് ഇന്നും ചില കോട്ടകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനെ ഗാർഡ്രോബ്സ് എന്ന് പറയുന്നു. പിന്നീട് വീടുകളിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കുക എന്ന രീതിയിൽ പലരും ചാമ്പർ പോട്ട്സ് എന്ന ഉപകരണം ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ പലരും ഇവ ഉപയോഗിച്ചതിന് ശേഷം മാലിന്യങ്ങൾ ജനലുകൾ വഴി സ്ട്രീറ്റിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. ഇതിൻ്റെ ഫലമായി പല രോഗങ്ങളും ആ കാലങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് 1596 ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗമായ ജോൺ ഹാരിങ്ടൺ പേഴ്സണൽ യൂസിനു വേണ്ടി ഒരു ഫ്ലഷിംഗ് ടോയ്ലറ്റ് കണ്ടുപിടിച്ചു. ഇതിൽ വാൾവുകൾ ഉപയോഗിച്ചുള്ള ഫ്ലഷിംഗ് സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിന് അത്ര സ്വീകാര്യത ലഭിച്ചില്ല. എന്നാൽ 1775 സ്കോട്ടിഷുകാരനായ അലക്സാണ്ടർ കുമിങ് എസ്ട്രാപ്പ് കണ്ടുപിടിച്ചതോടുകൂടി ടോയ്ലറ്റിൻ്റെ തലവര തന്നെ മാറുകയായിരുന്നു. ഈ കണ്ടുപിടുത്തത്തോടെ ഒരു പ്രധാന പ്രശ്നത്തിന് പരിഹാരം കണ്ടു. വേസ്റ്റ് ശേഖരിക്കുന്ന കുഴിയിൽ നിന്നും വേസ്റ്റ് ഗ്യാസ് തിരിച്ച് ടോയ്ലറ്റിലേക്ക് വരുന്നത് എസ്ട്രാപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടെ തടയാൻ കഴിഞ്ഞു. ഇത് സിമ്പിളായി തോന്നുമെങ്കിലും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു. ഇതിനൊപ്പം 1861 തോമസ് ക്രാപ്പർ എന്ന ഇംഗ്ലീഷ് പ്ലംബർ ഫ്ലഷ് ടോയ്ലറ്റിൻ്റെ ഇംപ്രൂവ്മെൻറ്റിനു വേണ്ടി ചില മെക്കാനിസവും കണ്ടുപിടിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം റിസൾട്ടാണ് ഇന്നത്തെ നമ്മുടെ മോഡേൺ ടോയ്ലറ്റ്. ആദ്യമായി യൂറോപ്പിൽ ഉപയോഗിച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ ടോയ്ലറ്റിനെ യൂറോപ്യൻ ടോയ്ലറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഈ ടോയ്ലറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് 3D ആനിമേഷൻ്റെ സഹായത്തോടു കൂടി സിമ്പിളായി പറയാൻ ശ്രമിക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ടോയ്ലറ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് സർവീസ് ചെയ്യാൻ കഴിയും എന്നുകൂടി ഞാൻ ഉറപ്പു തരുന്നു. ഫ്ലഷ് ടോയ്ലറ്റിന് പ്രധാനമായും 2 ഭാഗങ്ങളാണ് ഉള്ളത്: ഫ്ലഷ് ടാങ്ക് ആൻഡ് ബൗൾ.
ഹ്യൂമൻ വേസ്റ്റ് കളയാനുള്ള ഭാഗമാണ് ബോൾ. ഹ്യൂമൻ വേസ്റ്റ് കളഞ്ഞതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്യാനുള്ള മെക്കാനിസമാണ് ഫ്ലഷ് ടാങ്ക്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഒരു കണ്ടുപിടുത്തമാണ് ആധുനിക ടോയ്ലറ്റിന്റെ വിപ്ലവകരമായ മാറ്റത്തിന് കാരണമായത് എന്ന്. അതാണ് എസ്-ട്രാപ്പ്. ഈ ഒരു ഭാഗമാണ് ടോയ്ലറ്റിന്റെ എസ്-ട്രാപ്പ്. ഇതിന്റെ ഷേപ്പ് കൊണ്ട് തന്നെയാണ് ആ ഒരു പേര് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ എസ്-ട്രാപ്പിൽ എപ്പോഴും വെള്ളമുണ്ടായിരിക്കും. ഈ വെള്ളം സിവേജ് ടാങ്ക് അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നും റിട്ടേൺ വരുന്ന വിഷവാതകങ്ങളെ തടയുന്നു. അതുകൊണ്ട് തന്നെ ടോയ്ലറ്റിൽ ബാഡ് സ്മെൽ ഇല്ലാതിരിക്കുകയും സേഫ് ആയിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ടോയ്ലറ്റിലേക്ക് പതുക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഭാഗത്തിലൂടെ വെള്ളം ഓവർഫ്ലോ ആയി സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്നു. നമ്മൾ വെള്ളമൊഴിക്കുന്നത് നിർത്തിയാൽ പഴയ പോലെയാകുന്നു. ഇനി നമ്മൾ ഒരു ബക്കറ്റ് നിറയെ ഏകദേശം 7.6 ലിറ്റർ വെള്ളമെടുത്ത് ഒരുമിച്ചൊഴിച്ചാൽ ആ പ്രഷർ കൊണ്ട് ഈ എസ്-ട്രാപ്പിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങുന്നു. ഇതിനെ സൈഫൺ എഫക്റ്റ് എന്ന് പറയുന്നു. ഇതാണ് ടോയ്ലറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. ആദ്യം എന്താണ് സൈഫൺ എഫക്റ്റ് എന്ന് നോക്കാം. ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളമെടുക്കുന്നു, എന്നിട്ട് ഒരു പൈപ്പ് അതിൽ ഇത്തരത്തിൽ വയ്ക്കുന്നു. എന്നിട്ട് പൈപ്പിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ വായി വെച്ച് എയർ വലിച്ചെടുത്താൽ ഈ വെള്ളം ഒഴുകാൻ തുടങ്ങും. വെള്ളം ഒഴുകുന്നതിൻ്റെ ഭാഗമായി പൈപ്പിൽ എപ്പോഴും ലോ പ്രഷർ ഏരിയ ഉണ്ടാകുന്നതിനാൽ വെള്ളം കണ്ടിന്യൂസ് ആയി സക്ക് ചെയ്യുന്ന രീതിയിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഈ സെയിം പ്രവർത്തനമാണ് ടോയ്ലറ്റിൻ്റെ എസ്-ട്രാപ്പിൽ നടക്കുന്നത്. ഈ കാര്യം മനസ്സിലാക്കിയാൽ ഇനി ടോയ്ലറ്റിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഫ്ലഷ് ടാങ്കിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ. ഈ ഭാഗമാണ് ഇൻലെറ്റ്. ഫ്ലഷ് ടാങ്കിലേക്ക് വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം എത്തുന്നത് ഈ വഴിയാണ്. ഈ വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാനായി ഇവിടെ ഒരു ഇൻലെറ്റ് വാൾവ് ഉണ്ട്. ഇത് സ്ട്രെച്ച് ചെയ്യാൻ കഴിയുന്ന റബ്ബർ മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഒരു പിന്നുണ്ട്. ഈ പിന്നിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻലെറ്റിൻ്റെ ഹോൾ അടയുന്നു. പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ ഇൻലെറ്റിൻ്റെ ഹോൾ ഓപ്പൺ ആകുന്നു. ഈ സമയം ഫ്ലഷ് ടാങ്കിലേക്ക് വെള്ളം ഒഴുകുന്നു. നോയ്സ് കുറക്കാനായി ഇത്തരത്തിൽ ഒരു പൈപ്പും ഇവിടെ കണക്ട് ചെയ്യുന്നു. ഈ പിൻ ഇവിടെ കൃത്യമായി നിർത്താൻ ഒരു പിൻ ഹോൾഡർ ഫിക്സ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു ഫ്ലോട്ട് ബോൾ ആം കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഫ്ലോട്ട് ബോൾ ആം റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പിന്നിനെ മൂവ് ചെയ്യുകയും വാൾവ് ഇൻലെറ്റ് ഹോൾ അടയുകയും ചെയ്യുന്നു. ഈ എൻഡിൽ ഒരു ഫ്ലോട്ട് ബോൾ കൂടി കണക്ട് ചെയ്യുന്നു. ഇതൊരു ബലൂൺ പോലെയാണ്, ഉള്ളിൽ എയർ നിറച്ചിരിക്കും. ഇതാണ് ടോയ്ലറ്റ് ബോളിലേക്ക് വെള്ളം പോകുന്ന ഔട്ട്ലെറ്റ്. ഇത് ഫിക്സ്ചർ. ഇത് ഔട്ട്ലെറ്റിൽ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യുന്നു. ഈ നീണ്ട പൈപ്പാണ് ട്രിപ്പ് ലിവർ. ഇത് വാഷർ. ഈ വാഷർ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇത് ഫ്ലോട്ട് എൻക്ലോസർ. ഇത് ഈ രീതിയിൽ ഫിക്സ്ചറുമായി ലോക്ക് ചെയ്യുന്നു. ഫ്ലഷ് ടാങ്കിൽ വെള്ളമില്ലാത്ത സമയത്ത് ബോൾ ഈ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ആ സമയം ഇൻലെറ്റ് ഹോൾ ഓപ്പൺ ആവുകയും ടാങ്കിലേക്ക് വെള്ളം എത്തുകയും ചെയ്യുന്നു. ട്രിപ്പ് ലിവറിൻ്റെ ഈ ഭാഗമാണ് എയർ ട്രാപ്പ്. ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ ഈ ഏരിയയിൽ എയർ ട്രാപ്പ് ആകുന്നു. അതുകൊണ്ട് ഈ എയർ ട്രാപ്പ് മേലേക്ക് പൊങ്ങുന്നു. ഈ ലെവലിൽ എത്തുമ്പോൾ ഈ ഭാഗം എയർ ട്രാപ്പിൻ്റെ മൂവ്മെൻറ്റിനെ തടയുന്നു. ഈ സമയത്ത് ട്രിപ്പ് ലിവറിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എയർ ട്രാപ്പ് കാരണം മേലേക്ക്. ഈ ഫോഴ്സ് കാരണം ഔട്ട്ലെറ്റ് ഹോൾ ഏരിയയിൽ ഒരു സക്ഷൻ റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഭാഗം താഴോട്ടേക്ക് സക്ക് ചെയ്യപ്പെടുന്നു. ഈ ഡൗൺവാർഡ് ഫോഴ്സ് അപ്വാർഡ് ഫോഴ്സിനേക്കാൾ കൂടുതലായതിനാൽ വാഷർ ഈ പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് ഔട്ട്ലെറ്റ് ഹോൾ അടഞ്ഞു കിടക്കുന്നു. ഇനി ഇവിടെ ഒരു ഫ്ലഷ് ലിവർ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഹാൻഡിലും കണക്ട് ചെയ്യുന്നു. നമ്മൾ ഹാൻഡിൽ പ്രസ് ചെയ്യുമ്പോൾ ട്രിപ്പ് ലിവർ മേലോട്ടേക്ക് പൊങ്ങുന്നു. ഈ സമയം ഡൗൺവാർഡ് ഫോഴ്സ് റിമൂവ് ആവുകയും ട്രിപ്പ് ലിവർ ഈ പൊസിഷനിൽ നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയം ഔട്ട്ലെറ്റ് ഹോൾ ഓപ്പൺ ആവുകയും ബൗളിലേക്ക് വെള്ളം ഒഴുകുകയും ചെയ്യുന്നു. ഇനി വാട്ടർ ലെവൽ എയർ ട്രാപ്പിന് താഴെ വരുമ്പോൾ അപ്വാർഡ് ഫോഴ്സ് ഇല്ലാതാവുന്നു. ഇതിൻ്റെ ഫലമായി
ട്രിപ്പ് ലിവർ താഴേക്ക് പോവുകയും ഔട്ട്ലെറ്റ് ഹോൾ ക്ലോസ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ടോയ്ലറ്റിൻ്റെ ഈ ഭാഗങ്ങളിൽ ചെറിയ ഹോൾസ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു വലിയ ഹോളുണ്ട്. ഇതിനെ സൈഫൺ ജെറ്റ് എന്ന് പറയുന്നു. നമ്മൾ ഹാൻഡിൽ പ്രസ് ചെയ്യുമ്പോൾ 20% വെള്ളം സൈഡിലുള്ള ഈ ചെറിയ ദ്വാരങ്ങൾ വഴി ഒഴുകുന്നു. ബാക്കി 80% വെള്ളം ശക്തിയായി സൈഫൺ ജെറ്റ് വഴി പുറത്തേക്ക് വരുന്നു. സാധാരണ 7.6 ലിറ്റർ വെള്ളമാണ് ഒരു പ്രാവശ്യം ഫ്ലഷ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ പ്രഷറിൽ എസ്ട്രാഫ് ഫില്ലാവുകയും ഈ ഭാഗം വഴി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. സൈഫൺ എഫക്റ്റിൻ്റെ ഭാഗമായി ഇത് 3 സെക്കൻഡ് ഒഴുകുകയും എസ്ട്രാപ്പ് റീഫില്ലാവുകയും ചെയ്യുന്നു. ശക്തിയായി ഒഴുകുന്ന ഈ വെള്ളം റീഫിൽ ചെയ്ത വെള്ളത്തെയും സക്ക് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് തടയാനായി ഈ ഒരു ഭാഗത്ത് ഒരു എയർ വെന്റിലേഷനും കൊടുക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മൈ നെയിം ഈസ് രജിൽ. 3D ആനിമേഷൻ്റെ സഹായത്തോടു കൂടി പലവിധ വിഷയങ്ങൾ വളരെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് ഈ ചാനലിലൂടെ ശ്രമിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.